ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് സങ്കീർത്തനം 141. പാപങ്ങളിലേക്കോ ദുഷ്പ്രവൃത്തികളിലേക്കോ ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ പോകാതിരിക്കേണ്ടതിന്, തന്റെ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദാവീദിന്റെ ജീവിത ചരിത്രം നാം നോക്കുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു രാജാവായിരുന്നു. ദൈവഹിത പ്രകാരം നടന്ന ഒരു വ്യക്തിയായിരുന്നു. ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും കടന്നു വന്നപ്പോൾ, പല പ്രലോഭനങ്ങളും കടന്നു വന്നപ്പോൾ ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് തന്റെ ഹിതപ്രകാരം നടക്കുകയും പാപങ്ങളും ദുഷ്പ്രവൃത്തികളും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നാൽ അവയുടെയൊക്കെയും നടുവിൽ ദാവീദ് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചതായി നമുക്ക് കാണാം. ഇന്നത്തെ ലോകം പാപം നിറഞ്ഞതാണ്. ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രലോഭനങ്ങൾ അനവധി നമ്മുടെ നേരെ കടന്നു വരാം. ദൈവ ഇഷ്ടത്തിന് വിരോധമായി അല്ലെങ്കിൽ ദൈവ വചനങ്ങൾക്ക് വിരോധമായിട്ടുള്ള കാര്യാദികൾ ചെയ്യുവാനുള്ള സാധ്യതകൾ ഒത്തിരിയാണ്. എന്നാൽ അവയുടെ നടുവിൽ പാപങ്ങളിലേക്ക് പോകാതെ, ദുഷ്പ്രവൃത്തികളിലേക്ക് പോകാതെ നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ഒരു ദൈവിക കൃപ ഈ നാളുകളിൽ നാം പ്രാപിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ദാവീദിനെ പോലെ നാമും ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ദുഷ്ടകാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിത പ്രകാരമായിരിക്കേണ്ടതിന് നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നാം ചെയ്യുന്ന ഓരോ കാര്യാദികളും ദൈവഹിത പ്രകാരമായിരിക്കേണ്ടതിന്, ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കേണ്ടതിന് ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പാപങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ ദോഷങ്ങളിലേക്ക് പോകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയും യാചനയുമായിരിക്കണം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം നാം വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകൾ ഇമ്പമുള്ളതായിരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു കാര്യങ്ങളും നാം ചെയ്യുവാനായി പോകരുത്. ഈ നാളുകളിൽ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ദൈവേഷ്ടം ചെയ്ത് ലോകത്തിൽ ഒരു മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.